ദേവ, നീ ഒന്ന് സമാധാനിക്കടാ, അദ്ദേഹം പറയട്ടെ, എന്നാലല്ലേ നമുക്ക് മോളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ കഴിയൂ. ജയ് അവന്റെ വലം കൈ മുറുക്കി പിടിച്ചോണ്ട് അവനോടായി പറഞ്ഞതും അഗ്നി ഒന്ന് ശാന്തമായി മാറിയിരുന്നു. ഡോക്ടർ പോലും അത്ഭുതപ്പെട്ട നിമിഷമായിരുന്നു അത്. ഇത്രയും നേരം അഗ്നിയിൽ ഉണ്ടായിരുന്ന ദേഷ്യം ശാന്തമായി മാറുന്നത് കണ്ട് അദ്ദേഹം തുടർന്നു. സർ, ആദ്യക്ക് ആഴത്തിലുള്ള മുറിവാണ് ഏറ്റിരിക്കുന്നത്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. ഇന്നുകൂടി കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ കഴിയൂ. ഡോക്ടർ ഇരുവരോടുമായി പറയവേ അഗ്നി നിറകണ്ണാല് ജയ് ഒന്ന് നോക്കി. അത് കാണേ പേടിക്കേണ്ട സാർ, ഡോക്ടർ അഗ്നി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഗ്നി തന്റെ സംശയം ചെറുമടിയാലെ ചോദിക്കവേ അല്ല, ആഴത്തിലുള്ള മുറിവല്ലേ. അപ്പോ അഗ്നി സ്വരം താഴ്ത്തി പതിയെ ചോദിക്കവേ സാറിന്റെ പേടി എനിക്ക് മനസ്സിലായി. നമ്മൾ കുറച്ച് ടെസ്റ്റ് കൂടി ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വെട്ടെ എന്തായാലും, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ജയ്ക്കും അപ്പോഴാണ് ശ്വാസം തന്നെ നേരെ വീണത്. അവൻ അഗ്നിയെ നോക്കി ഒന്നും ഉണ്ടാകില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചു. സർ, കേസാക്കണ്ടേ? നമ്മുടെ ഹോസ്പിറ്റലിന്റെ നിയമം അനുസരിച്ച് ഇതുപോലുള്ള കേസ് വരികയാണെങ്കിൽ കേസ് എടുക്കേണ്ടതായിട്ടുണ്ട്. സാറിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. രണ്ടുപേരും ഒരുപോലെ പറയവേ ഡോക്ടർ പിന്നീട് മറുത്തൊന്നും പറഞ്ഞില്ല. എനിക്ക് അവളെ ഒന്ന് കാണാൻ കഴിയുമോ? അഗ്നി ഗൗരവത്തോടെ അദ്ദേഹത്തോട് ചോദിക്കവേ തീർച്ചയായും സാർ, ഒരാൾക്ക് കയറാം. അബോധാവസ്ഥയെ ദേവേട്ടൻ എന്നാണ് ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ആണോ? ഡോക്ടർ സംശയത്തോടെ ചോദിക്കവേ മറുപടി പറയാതെ എനിക്ക് അവളെ കാണണം. ഒറ്റ വാക്കിൽ അഗ്നി ആ സംസാരം അവിടെ നിർത്തിയിരുന്നു. അവൻ എത്രയും പെട്ടെന്ന് തന്റെ പെണ്ണിനെ കാണണം, അതുമാത്രമായിരുന്നു ആ മനസ്സിൽ. വയറുകൾക്കിടയിലൂടെ അവന്റെ പെണ്ണിനെ അഗ്നി നോക്കി കാണുകയായിരുന്നു. മുഖത്ത് കരഞ്ഞതിന്റെ വേദനയുടെ എന്ന പോലെ തോന്നുന്ന കണ്ണുനീർപ്പാടുകൾ കവിൾത്തടങ്ങളിൽ ഉണങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവൾ മയക്കമായിരുന്നു. അഗ്നി ചെന്ന് അവളുടെ കയ്യിൽ അവന്റെ കൈ ചേർത്തിരുന്നു. അവന്റെ സ്പർശനം അറിഞ്ഞ പോലെ മയക്കത്തിലും അവളുടെ കണ്ണുകളൊന്ന് തുടിച്ചുപോയി. ദേവേട്ടൻ, മോളെ. അവന്റെ കണ്ണുകളും ഒരു വേള നിറഞ്ഞുപോയി. സർ പ്ലീസ്, അടുത്ത് നിന്ന നഴ്സ് പതിയെ പറയവേ അഗ്നി കണ്ണുകൾ തന്റെ ഷർട്ടിനാൽ അമർത്തി തുടച്ചിരുന്നു. ദേവേട്ടൻ എന്റെ പൊന്നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നിന്റെ മാത്രം. ഈ ചെകുത്താനം മനസ്സിലാക്കാനും സ്നേഹിക്കാനും നിനക്ക് മാത്രമേ കഴിയൂ. നിനക്ക് മാത്രം. അവൻ അവളോടായി പതിയെ പറഞ്ഞ് നിന്റെ ദേവേട്ടൻ പുറത്തുണ്ടാകും. എന്റെ മോള് വിഷമിക്കരുത്. പതിയെ പറഞ്ഞുകൊണ്ട് ആ നെറ്റിയിൽ മൃദുവായ ഒരു ചുംബനം നൽകി അവൻ റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ആ നിമിഷം അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ താഴേക്ക് പതിച്ചിരുന്നു. അഗ്നി പുറത്തേക്ക് ഇറങ്ങിയതും ജയ് അവന്റെ അടുത്തേക്ക് വന്നിരുന്നു. പേടിക്കണ്ട, അവൾ മരുന്നിന്റെ മയക്കത്തിലാണ് പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടക്കവേ ദേവ, അയാളെ കാണട്ടെ നമുക്ക്. ജയ് സംശയത്തോടെ ചോദിക്കവേ ജയ്യെ തിരിഞ്ഞു നോക്കി അഗ്നിയുടെ മുഖം വന്യമായി മാറിയിരുന്നു. ആരെയും ഭയപ്പെടുത്തുന്ന മുഖം. നമ്മൾ അതിനായി ഇറങ്ങുകയാണ്. അഗ്നി അത്രയും പറഞ്ഞു മുന്നോട്ട് നടന്നിരുന്നു. കൂടെ ജയ്യും. ഹോസ്പിറ്റലിൽ യദുവിനെ നിർത്തിക്കൊണ്ട് അവർ ഗോഡൌണിലേക്ക് തിരിച്ചിരുന്നു. യദു വന്നതിന് ശേഷമാണ് അവർ അങ്ങോട്ട് തിരിച്ചത്. ഇന്ന് നീ മറവിക്ക് പിന്നിലായി നിറഞ്ഞു നിൽക്കുന്ന സത്യങ്ങളെല്ലാം അറിയാൻ പോകുകയാണ് ജയ്. നിന്റെ മനസ്സിൽ ഇന്ന് ഒരുപാട് വേദനിക്കും. ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. എന്നോട് ക്ഷമിക്കടാ. അത്രയും മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അഗ്നിയുടെ കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരിരമ്പലോടെ അഗ്നിയുടെ കാർ ഗോഡൌണിനുള്ളിലേക്ക് കടന്നിരുന്നു. തന്റെ മുന്നിലായി 4 പേർ. അവരുടെ അവസ്ഥ ഇതെല്ലാം കണ്ട് ഒരു പുച്ഛത്തോടെ ജയ്യും അഗ്നിയും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അഗ്നിയുടെ കണ്ണിൽ നേരത്തെ കണ്ട ശാന്തത മാറി വന്യമായ ഭാവ രൂപം കൊണ്ടിരുന്നു. 4 പേരും കൈകാലുകൾ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അഗ്നിയുടെ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ജയിലും ആ നിമിഷം അത് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അവർ മുന്നോട്ട് നടന്നു. അവരുടെ അടുത്തേക്കുള്ള വരവ് കാണാൻ 3 പേരിൽ ഭയമാണ് നിറഞ്ഞതെങ്കിൽ ഒരാളെ മാത്രം പുച്ഛം നിറഞ്ഞിരുന്നു. അവർ വന്നതിന് ശേഷം അലക്സിന്റെ ടീംസിന്റെ ക്ഷീണം മുഴുവൻ ജിത്തിൽ തീർത്തതിനാൽ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് അവൻ ഒരുതരം മരവിപ്പ് മാത്രം നിറഞ്ഞു നിന്നിരുന്നു. വയ്യേനിയും ശരീരം അറിയുന്ന വേദന. അവർ പേടിയോടെ വന്നവരെ നോക്കി നിൽക്കെ മുന്നിലുള്ള ചെയറിലേക്ക് 2 പേരും ഇരുപ്പുറപ്പിച്ചിരുന്നു. എന്താണ് ശ്രീജ്, നിനക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവും അലക്സ് തന്നിട്ടില്ലെന്ന് നിന്നെ കണ്ടതോടെ ഞങ്ങൾക്ക് മനസ്സിലായി അല്ലേ ദേവ? അഗ്നിയോടായി ചോദിച്ചുകൊണ്ട് ജയ് വീണ്ടും തുടർന്നു. നിനക്ക് സുഖം തന്നെയാണെന്ന് ചോദിക്കാതെ എനിക്ക് മനസ്സിലായി കേട്ടോ. ജയ് ജിത്തിനെ നോക്കി പരിഹാസത്തോടെയാണ് അത് പറഞ്ഞത്. അവൻ ആ നിമിഷം ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒന്ന് എതിർത്ത് നിൽക്കാനുള്ള ആരോഗ്യമുണ്ടായിരുന്നില്ല അവന്. ശരീരം അറിയുന്ന വേദന. ജിത്തിനെ ഇന്നറിയാം ഇവിടെ നിന്ന് ഇനിയും ഒരു രക്ഷയില്ലെന്ന്. അവന്റെ തല വല്ലാതെ താഴ്ന്നു പോയി. അഗ്നിയുടെ കണ്ണുകൾ ദത്തനിലായിരുന്നു. നിങ്ങൾ ഇന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറയുമെന്ന് എനിക്ക് നന്നായി അറിയാം. അഗ്നിയുടെ ശബ്ദം വല്ലാതെ മുറുകി കാഠിന്യമേറിയതായിരുന്നു.
പക്ഷേ ഭദ്രയുടെയും എൻ്റെ പെണ്ണിന്റെ മുന്നിൽ നിന്റെ നാവ് ഉയരാൻ പാടില്ലായിരുന്നു. അത് എന്റെ നിർബന്ധമാണ്. പിന്നെ നീയൊക്കെ ബാക്കി 3 പേരെ നോക്കി അവൻ പുച്ഛത്തോടെ പറഞ്ഞു. നീയൊക്കെ സത്യം അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇനി എന്ത് കാര്യമാണുള്ളത്? ജിത്തിന്റെ ആരോമൽ രാഗിയുടെ മുന്നോട്ടുള്ള ജീവിതം നന്നായി അറിയും പോലെ അവരിൽ ഒരു തരം നിർവികാരത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങളൊക്കെ ഞാൻ എത്ര നാളെ കാത്തിരിക്കുക ഈ ചെകുത്താനെ നിങ്ങൾക്ക് കാണണ്ടേ? ചെകുത്താന്റെ വന്യമാർന്ന സ്നേഹം നിങ്ങൾക്ക് അറിയണ്ടേ? ക്രൂരമായ മുഖത്തോടെ കാഠിന്യമേറിയ വാക്കുകളോടെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ഒട്ടും പതറാതെ പറയുന്നവനെ മുഖമുയർത്തി നോക്കാനുള്ള ത്രാണി പോലും അവർക്കില്ലായിരുന്നു. എന്നാൽ കുറച്ചു മുൻപ് അഗ്നി പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ദത്തൻ. എന്റെ ദേവനെ വേദനിപ്പിച്ച് തനിക്കുള്ള ശിക്ഷ തരാൻ പോകുന്നത് ആഞ്ജനയായിരിക്കും. ജയയുടെ ശബ്ദം അവിടെ വല്ലാതെ ഉയരുമ്പോൾ എല്ലാവരുടെ ശ്രദ്ധ അവനിലേക്ക് പോയിരുന്നു. അഗ്നിയെ ഞാൻ എൻ്റെ കൂട്ടുകാരനുപരി എൻ്റെ സഹോദരനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതിനാൽ എൻ്റെ ഉത്തരവാദിത്തമാണ് അവനെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ ഞാനായിരിക്കും തനിക്ക് തരാൻ പോകുന്നത്, ജയ് വീറോടെ പറഞ്ഞു. അതെന്താ മോനെ അങ്ങനൊരു പറച്ചിൽ? സഹോദരനെ പോലെയെന്നോ? അപ്പോ നീ അവനെ സഹോദരനായി ഇപ്പോഴെങ്കിലും അംഗീകരിച്ചോ? എനിക്ക് എന്റെ ഈ അവസ്ഥയിൽ പോലും നിന്നോട് തോന്നുന്ന വികാരം വെറും സഹതാപം മാത്രമാണ് മോനെ, സഹതാപം മാത്രം. സ്വന്തം ചേട്ടനെ നിനക്ക് ഇത്രയും വർഷമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. കൂടെ ഒരു നിഴലായി നിന്നവൻ നിന്റെ കൂടുണ്ടായിട്ടും സ്വന്തം ചോര തിരിച്ചറിയാൻ കഴിയാത്ത നിന്നോട് പിന്നെ എന്ത് വികാരമാണ് തോന്നേണ്ടത് ആഞ്ജനേയി? ഇടിമുഴക്കം പോലുള്ള ശബ്ദത്താലായിരുന്നു അയാൾ അത് പറഞ്ഞത്. അയാൾ പറഞ്ഞുകൊണ്ട് ഒരു വിജയഭാവത്തോടെ ആ ഗോഡൌൺ നിറഞ്ഞ അട്ടഹാസം മുഴങ്ങി. എന്താ പറഞ്ഞേ? എന്റെ ചോരയെന്നോ? ജയുടെ ശബ്ദം വല്ലാതെ നേർത്തുപോയി. തൊണ്ട വരളും പോലെ തോന്നി ജയ്ക്ക് ആ നിമിഷം. ഇരുന്ന കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റുന്നു ജയ് ആ നിമിഷം. നിനക്ക് മുന്നേ പിറന്നവൻ, അല്ലെങ്കിൽ നിന്റെ കൂടെ പിറന്നവൻ, നിന്റെ മൂത്ത സഹോദരൻ അഗ്നിദേവ്. അയാളുടെ വെളിപ്പെടുത്ത നേരത്തെ തന്നെ മനസ്സിലാക്കിയവന്റെ കണ്ണിൽ നിന്ന് ആ നിമിഷം ഒരു തുള്ളി താഴേക്ക് പതിച്ചിരുന്നു. വർഷങ്ങളായി ഉള്ളിക്കൊണ്ട് നടന്ന വേദന ആ നിമിഷം ഇറക്കി വെക്കും പോലെ അഗ്നി പതിയെ എഴുന്നേറ്റ് ജനലോട് ചേർന്ന് നിന്നിരുന്നു. ഒന്നും കേൾക്കാനുള്ള ശക്തി അവൻ ഇല്ലാതായ നിമിഷമായിരുന്നു അത്. അഗ്നിയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു ആ നിമിഷം. വീട്ടുകാരുടെ സ്വാർത്ഥത കൊണ്ടോ എന്തോ വർഷങ്ങളായി നഷ്ടപ്പെട്ട സാഹോദര്യ സ്നേഹം അവന് തിരികെ ലഭിക്കുമോ അത് മാത്രമായിരുന്നു അവന്റെ വേദന. അതുപോലെ ഇത് അവരെ മാത്രം ഒതുങ്ങണം, അത് അവന്റെ നിർബന്ധമായിരുന്നു. ഇനി ഈ കാര്യം മറ്റാരെങ്കിലും അറിഞ്ഞാൽ പോലും തന്റെ പെണ്ണോ അവന്റെ വീട്ടുകാരും ഒന്നും അറിയരുത് എന്നൊരു വാശിയും അവനിൽ ഉടലെടുത്തിരുന്നു. ജയ് ദേഷ്യത്തോടെ അയാളുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അയാളുടെ ഷർട്ടിൽ തുരുത്തു പിടിച്ചു. രക്ഷപ്പെടാൻ താൻ ഏതറ്റവും പോകുമെന്ന് എനിക്ക് മനസ്സിലായി. തനിക്ക് പേടി തോന്നുന്നുണ്ടോ? അതോ അതുകൊണ്ടല്ലേ താൻ ഇങ്ങനൊരു പ്രസ്താവന മുന്നോട്ട് കൊണ്ടുവെക്കുന്നത്? വായടച്ചോ, ഇനി ഒരക്ഷരം പറഞ്ഞാൽ ആഞ്ജനെ ആരാണെന്ന് താൻ അറിയും. ജയ്ക്കാകെ ദേഷ്യം വന്ന് നിൽക്കുന്ന സമയമായിരുന്നു അത്. അവൻ പോലും തീരെ പ്രതീക്ഷിക്കാതെ ഒന്ന് അംഗീകരിക്കാൻ അവൻ ആ നിമിഷം കഴിഞ്ഞില്ല. നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ലടാ. നീയൊക്കെ എവിടുത്തെ ബിസിനസ്മാൻ ആടാ? സ്വന്തം ചോര മുന്നിൽ വന്ന് നിന്നിട്ട് പോലും അവനെ തിരിച്ചറിയാൻ കഴിയാത്ത നിന്നോടൊക്കെ എന്താ തോന്നേണ്ടത്? നീ വിശ്വസിക്കേണ്ടടാ, ഇത്ര നാളും ആ നിൽക്കുന്നവൻ ചതിക്കുകയായിരുന്നു നിന്നെ. നിന്റെ പെങ്ങളോട് ഇവ പ്രണയമാണെന്ന് പറഞ്ഞിട്ടുണ്ടോടാ? പറയില്ല, സഹോദരിയല്ലേ, പിന്നെ അവൻ എങ്ങനെ പറയാനാടാ? ആ നിമിഷം അഗ്നിയുടെ സകല നിയന്ത്രണവും തെറ്റുന്നതായിരുന്നു. അവൻ തിരിഞ്ഞു നിന്ന് അയാൾക്ക് നേരെ ശബ്ദമുയർത്തി. തനിക്ക് നന്നായി അറിയാം അവൾക്കും എനിക്ക് തമ്മിൽ സഹോദര ബന്ധമില്ലെന്ന്. ഇനിയും കിടന്ന് ചെലച്ചാലുണ്ടല്ലോ, എന്റെ അനിയൻ പറഞ്ഞില്ലേ, ഞാനതങ്ങ് ചെയ്യും. എന്റെ അനിയൻ. ആ വാക്കുകൾ കുടുങ്ങിപ്പോയിരുന്നു ജയ് ആ നിമിഷം. നീ എന്താ ഇപ്പൊ പറഞ്ഞേ? എന്റെ അനിയനെന്നോ? ജയ് അഗ്നിക്ക് നേരെ പാഞ്ഞെടുത്തുകൊണ്ട് അവന്റെ ഷട്ടിൽ കൈ ചുരുട്ടി പിടിച്ചതും. എന്താ നിനക്ക് അറിയേണ്ടത്? എന്താ അറിയേണ്ടതെന്ന്? ഞാൻ നിന്റെ ഇരട്ട സഹോദരൻ എന്നല്ലേ? അതെ, ഞാൻ നിനക്ക് മുന്നേ ജനിച്ച നിന്റെ മൂത്ത സഹോദരനാണ്. അയാൾ പറഞ്ഞിട്ട് മനസ്സിലാകാതെ എന്നാൽ തന്റെ സഹോദരനായി കാണാൻ ജയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവൻ തന്നെ അംഗീകരിക്കാതെ എന്നതുപോലും അഗ്നി ആ നിമിഷം ചിന്തിച്ചു പോയി. അതുകൊണ്ട് അവൻ ദേഷ്യത്തോടെയാണ് ജയോട് അത് പറഞ്ഞത്. പക്ഷെ അത് അവനിൽ എത്രത്തോളം വേദന നൽകുമെന്ന് അഗ്നി ആ നിമിഷം ചിന്തിച്ചിരുന്നില്ല. ഒരു നിമിഷം ചുറ്റുപാട് പോലും നിശ്ചലമായി. ജയുടെ വേദന കലർന്ന അലർച്ച ആ ഗോഡൌണിൽ നിറഞ്ഞു നിന്നു. അവൻ താഴെ കൂർന്നിരുന്ന് മുടിയിൽ കൊരുത്തു വലിച്ചു. അവന്റെ അവസ്ഥ കാണെ അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എല്ലാത്തിനും കാരണം ഈ ഒരുത്തൻ മാത്രമാണ്. അഗ്നിക്ക് അയാളുടെ വെറുപ്പ് തോന്നി. ജയുടെ വേദന കാണാതിരിക്കാനല്ലേ എല്ലാം മറിച്ച് താൻ വെച്ചത്. വർഷങ്ങൾക്കിപ്പുറം ഇതെല്ലാം നിന്റെ മാതാപിതാക്കൾ ഇവരാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുട്ടിയുടെ വേദന അതെന്താണെന്ന് തനിക്ക് ചിലപ്പോൾ അറിയാതെ പോകും. പക്ഷെ അനുഭവിച്ചറിഞ്ഞവൻ അവന്റെ വേദനയോളം വരില്ല താൻ അനുഭവിച്ചതൊന്നും. അഗ്നി വേദനയോട് ഓർത്തു. എങ്കിലും ജയുടെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലുള്ള ആ ഇരുത്തം അഗ്നി വല്ലാതെ ഉലച്ചിരുന്നു.
ജയുടെ വേദന കാണെ അഗ്നിക്ക് അത്രയും ദേഷ്യത്തോടെ പറയണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയിരുന്നു. എന്നാൽ അവർ തമ്മിൽ ഇപ്പൊ തെറ്റിപ്പിരിഞ്ഞു രണ്ടു വഴിക്കുമാകുമെന്ന് ആഗ്രഹത്തോടെ ഇരുന്ന അയാളുടെ ചുണ്ടിൽ പുച്ഛച്ചിരി വിരിഞ്ഞു. കണ്ണാ. അഗ്നി പതിയെ അവന്റെ തോളിലെ കൈയമർത്തിയതും അവൻ അഗ്നിയെ മുഖമുയർത്തി നോക്കി. എന്തോ പറയാനാഞ്ഞതും ഗോഡൌണിലേക്ക് ഒരു ഇന്നോവ കാർ വന്നെത്തിയതും ഒരുമിച്ചായിരുന്നു. അതിൽ നിന്നിറങ്ങി അയാളെ കണ്ട് ജയുടെ ഞെട്ടിൽ ഇരട്ടിയായി മാറിയിരുന്നു. അഗ്നിയിൽ ഭാവം ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ അവരെ തെറ്റിക്കാനിരുന്ന അയാളുടെ ചിരി പതിയെ മാഞ്ഞിരുന്നു. ആ നിമിഷം ജയ് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അതേ ഞെട്ടിലോടെ തന്നെ ഇരുന്നു. ഡാഡ്. അഗ്നിയുടെ ചുണ്ടുകൾ അയാൾക്കാണ് രണ്ടു വാക്കുകളെ മുഴിഞ്ഞിരുന്നു. അഗ്നിയുടെ ചുണ്ടിൽ വിജയച്ചിരി വിരിഞ്ഞു. ഒപ്പം എല്ലാം ഇല്ലാതാക്കാൻ ഒരുങ്ങുന്നവന്റെ ചെകുത്താൻ ഭാവവും നിറഞ്ഞു നിന്നിരുന്നു. സീത ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. അവിടെ ആണുങ്ങൾ മാത്രം ഉള്ളതിനാൽ അവൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം വന്നാലോ അത് മാത്രമല്ലല്ലോ ഇപ്പൊ ഭദ്രയ്ക്ക് അവളുടെ കാര്യങ്ങൾ നോക്കാനും കഴിയില്ലല്ലോ. എല്ലാത്തിനും ഉപരി സീതയ്ക്ക് തന്റെ മകളല്ലേ, അവളെ ഒറ്റയ്ക്ക് നിർത്താൻ എന്തോ ആ അമ്മ മനസ്സിന് കഴിഞ്ഞിരുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിയും ഡെവിയും കൂടി ഭദ്രയെ നിലത്ത് നിർത്താതെയാണ് ഓരോന്ന് കൊടുക്കുന്നത്. നിർബന്ധിച്ച് കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. ഡെവിക്ക് ജയ് വരാതൊന്നും കഴിക്കില്ലെന്ന് വാശി പിടിച്ച പെണ്ണിനെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് ചെക്കൻ. സഹോദര സ്നേഹം ആവോളം അറിഞ്ഞ നിമിഷമായിരുന്നു അത്. അവൾക്ക് എങ്കിലും ജയെക്കുറിച്ച് ഓർക്കവേ അവൾക്ക് ആശങ്ക നിറഞ്ഞിരുന്നു. അവരെ കണ്ണേട്ടൻ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്ന ഭയം അവളെ വല്ലാതെ അലട്ടിയിരുന്നു. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയെന്നോണം അവൻ ഭദ്രയുടെ കൈകൾ മുറുക്കി പിടിച്ചിരുന്നു. മുഖമുയർത്തി നോക്കിയ പെണ്ണിന്റെ കണ്ണൊന്ന് കലങ്ങി. തന്റെ എല്ലാ മാറ്റങ്ങളും ആദ്യം തിരിച്ചറിയുന്നവൻ. അവർ രക്ഷപ്പെടണമെന്ന് മോൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഡെവി അവളുടെ മനസ്സറിഞ്ഞ പോലെ ചോദിച്ചതും അവളിൽ മറുപടി ഇല്ലായിരുന്നു. പിന്നീട് അവളോടൊന്ന് സംസാരിക്കാൻ നിന്നില്ല അവൻ അറിയാമായിരുന്നു അവർ പോയിരിക്കുന്നത് അവരെ കാണാനാണെന്ന്.